ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുലൂസ് യമ്മി ഡയറീസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഒരു മാസ്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ എങ്ങനെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിൽ നമുക്ക് സാനിറ്റൈസറും മാസ്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സാനിറ്റൈസറിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഒരു കോട്ടൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് എങ്ങനെയാണ് മാസ്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് വാഷബിൾ ആണ്. ഈ COVID-19 സിറ്റുവേഷനിൽ നിങ്ങൾ പുതിയതായിട്ട് മെറ്റീരിയൽ വാങ്ങാനൊന്നും പോകണ്ട. നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഹാൻഡ് കർച്ചീഫ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ടൊരു മാസ്ക് റെഡിയാക്കി എടുക്കാം. മാസ്കിന് 2-3 ലെയർ കൊടുക്കുന്നത് വളരെ സേഫ്റ്റി നൽകും. ഞാനിപ്പോൾ 2 ലെയർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയലും കുറച്ചൊരു ഹാർഡായിട്ടുള്ള ഒരു ആഷ് കളറിലുള്ള ഒരു ക്ലോത്തുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മാസ്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്കൊരു സിസർ വേണം. പിന്നെ ലെങ്ത്തൊക്കെ അടയാളപ്പെടുത്താനായിട്ട് ഒരു പെൻസിൽ അല്ലെങ്കിൽ പെൻ, ചോക്ക് എന്തായാലും മതി. പിന്നെ നമ്മളുടെ ഫസ്റ്റ് ലെയറിൻ്റെ കളറിലുള്ള നൂലെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ ഈ ആഷ് കളറിലുള്ള നൂല് തന്നെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു തയ്യൽ സൂചി കൂടി വേണം. നമുക്ക് എല്ലാവരുടെയും വീട്ടിലും ഇപ്പോൾ മെഷീൻ അവൈലബിൾ ആയിരിക്കില്ല. മെഷീൻ ഉണ്ടെങ്കിലും മിക്കവർക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ല. അപ്പോൾ കൈ കൊണ്ടാവുമ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ലെങ്ത്തൊക്കെ ഒന്ന് അളക്കാനായിട്ട് ഒരു സ്കെയിൽ അല്ലെങ്കിൽ ടേപ്പ് എടുക്കുക. പിന്നെ നമുക്കൊരു ഇലാസ്റ്റിക് വേണം. ഇലാസ്റ്റിക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. ഇത്രയും കനമുള്ളത് വേണമെന്നില്ല, ഇതിൽ നൂല് പോലുള്ളതായാലും മതി. ഈ ഒരു കനമുള്ള ടൈപ്പ് ആകുമ്പോഴത്തേക്കും കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്യും. കാരണം നമ്മൾ വാഷ് ചെയ്യുന്ന രീതിയിലാണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ വാഷ് ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് വലിഞ്ഞൊന്നും പോവില്ല. ഈ ഒരു റോളിന് 15 രൂപയായിട്ടുണ്ട്. ഈ ഒരു റോൾ വെച്ചിട്ട് ധാരാളം മാസ്ക് ഉണ്ടാക്കാം. ചെറിയ 2 പീസിൻ്റെ ആവശ്യമേ ഉള്ളൂ ഒരു മാസ്ക് ഉണ്ടാക്കാനായിട്ട്. ഇപ്പം ഞാൻ എടുത്ത മെറ്റീരിയലിൽ നിന്നും 7 സെൻറ്റിമീറ്റർ നീളവും 8 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 സൈഡുകളിൽ ഇതേ രീതിയിലൊന്ന് മടക്കി തയ്യൽ സൂചി വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ മെഷീൻ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. മെഷീൻ യൂസ് ചെയ്യാൻ അറിയാത്തവർക്കും നമുക്ക് മാസ്ക് യൂസ് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ഇതേ രീതിയിൽ 2ആയിട്ടൊന്ന് മടക്കിയതിന് ശേഷം ഈ ഒരു സൂചി കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകണം. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഹെമ്മിങ് സ്റ്റൈലുള്ള സ്റ്റിച്ചിങ് ആണ്. അതെന്ന് പറയുന്നത് സൂചി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറക്കിയതിന് ശേഷം ആ അപ്പുറത്തെ സൈഡിലേക്ക് വലിക്കേണ്ടതില്ല. ജസ്റ്റ് ഇറക്കിയതിന് ശേഷം ഇതിലേക്കൂടെ തന്നെ തിരിച്ചെടുക്കണം. അപ്പോൾ ചെറിയൊരു സ്റ്റിച്ചിൻ്റെ ഭാഗമേ നമ്മുടെ ബാക്ക് സൈഡിൽ വരുള്ളൂ. അതായത് നമ്മൾ മാസ്കിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഒരു ചെറിയൊരു സ്റ്റിച്ചിങ്ങിൻ്റെ പാട് മാത്രമേ വരത്തുള്ളൂ. അതായത് സ്റ്റിച്ച് ചെയ്യുന്നതൊന്നും നന്നായിട്ട് അറിയാൻ പറ്റില്ല. ഇതിനാണ് ഹെമ്മിങ് എന്ന് പറയുന്നത്. ഇതാകുമ്പോൾ കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു വൃത്തികേടും ഉണ്ടാകത്തില്ല. ഇതേ രീതിയിൽ നമ്മൾ ഈ ഒരു സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. ഇതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. ഇതേ രീതിയിൽ കണ്ട നന്നായിട്ടൊന്ന് മനസ്സിലാവാനാണ് ഞാൻ നന്നായിട്ടൊന്നുകൂടെ കാണിക്കുന്നത്. കണ്ട ബാക്കിൽ ഒട്ടും തന്നെ നൂലങ്ങനെ തെളിയില്ല, ജസ്റ്റ് ഒരു പോയിന്റ് മാത്രമേ കാണുള്ളൂ. ഇപ്പോൾ ഒരു സൈഡ് ഫിനിഷ് ആവുന്നുണ്ട്. ഫിനിഷ് ആവുന്ന ടൈമിൽ അവിടെ ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കുക. നൂല് അഴിഞ്ഞു പോകാനിരിക്കാനായിട്ട് ഇതുപോലെ ഒരു കെട്ടും കൂടി ഇട്ട് കൊടുത്ത് 2-3 കെട്ടിട്ട് കൊടുക്കുക. ഇതേ രീതിയിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇങ്ങനെ മടക്കുന്ന സമയത്ത് നമുക്ക് പിടിക്കാനൊരു ബാലൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു മുട്ട് സൂചിയോ പിന്നോ എല്ലാം വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ടും വളരെ സ്പീഡായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാവുന്നതാണ്. എപ്പോഴും ഓപ്പോസിറ്റ് സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും അവിടെ ഒരു ജസ്റ്റ് ഒരു കെട്ടിട്ടതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട്. ഇപ്പോൾ 2 സൈഡ് സ്റ്റിച്ചിങ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നേർ പകുതിയായിട്ടൊന്ന് മടക്കിയതിന് ശേഷം ഒരു 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്കിലും ഫ്രണ്ടിലും മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതേ രീതിയിൽ മാർക്ക് ചെയ്യണം. ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് 2 പ്ലീറ്റ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതേ രീതിയിൽ ഇങ്ങനെ മടക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്താലും മതി. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ സ്ഥലത്ത് ജസ്റ്റ് 2 സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മടക്കി തയ്ച്ചതുപോലെ ഈ സൈഡ് മടക്കി തയ്ക്കണം.
ഇപ്പം ഇവിടെ 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇതേ രീതിയിൽ 2 സ്റ്റിച്ച് മാത്രം കൊടുക്കുക. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും 2 സ്റ്റിച്ച് ഈ പ്ലേറ്റുകൾക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക്കിനെ ഒരു 8.5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലുള്ള 2 പീസുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഒരു ഇലാസ്റ്റിക് ഇതുപോലെ ഒരു മടക്കിയതിന് ശേഷം ഈ ഒരു സൈഡിൽ ഈ എൻഡിലായിട്ട് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഒന്നുകൂടി മടക്കിയിട്ട് നമുക്ക് നേരെ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇലാസ്റ്റിക് ഉള്ള ഭാഗം ഒരു 2-3 സ്റ്റിച്ചിട്ട് നന്നായിട്ട് ബലപ്പെടുത്തണം. എങ്കിൽ മാത്രമേ നമ്മൾ ഇടുന്ന സമയത്ത് വലിഞ്ഞു പൊട്ടി പോകാതൊക്കെ ഇരിക്കത്തുള്ളൂ. ഇതേ രീതിയിൽ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു എൻഡ് ഭാഗത്ത് വരുമ്പോൾ നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ അറ്റം വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേ രീതിയിൽ അകത്തോട്ട് മടക്കി വെച്ചതിന് ശേഷം നേരത്തെ ചെയ്ത പോലെയാണ് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ റൗണ്ട് പോലെ ഇരിക്കണം. ഇപ്പോൾ നമ്മുടെ മാസ്കിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് അയൺ ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഫിനിഷിങ് കൂടെ കിട്ടും. ഇതേ രീതിയിൽ ഒരു 2-3 മാസ്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ എപ്പോൾ പുറത്ത് പോയാലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഉപയോഗിച്ചതിന് ശേഷം വാഷ് ചെയ്ത് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാവരും കമ്പൽസറി ആയിട്ട് പബ്ലിക്കിലേക്കൊക്കെ പോകുമ്പോൾ ഇത് യൂസ് ചെയ്യാനായിട്ട് ഓർക്കുക. ഈ ഒരു സിറ്റുവേഷനിൽ മാത്രമല്ല, നമ്മളല്ലാതെ ഹോസ്പിറ്റലുകളിലൊക്കെ പോകുന്ന സമയത്തും ഇതുപോലെ മാസ്ക് ഇട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക്കൊന്നും അറിയാത്തവർക്കും ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ മാസ്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞ കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കാമെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മുടെ ഫേസിന് ഫിറ്റ് ആയിട്ടുള്ള ഒരു മാസ്ക് നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ മാസ്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ചെറിയ ബെൽ ബട്ടണും കൂടി അമർത്തിയെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.